നമസ്കാരം. കിഫ്ബി വഴി ഏതാണ്ട് 10 കോടിയോളം രൂപ വീതം ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ച് ചാനലുകൾക്ക് വേണ്ടി പിണറായി വിജയൻ മുടക്കി തൻ്റെ പ്രചരണത്തിന് വേണ്ടി എന്നാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥനായ ബി അശോക് മറുനാടനോട് പറഞ്ഞത്. ഈ കണക്ക് എത്രമാത്രം ശരിയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ചാനലുകൾ, പത്രങ്ങളൊക്കെ എടുത്തിരുന്നൊരു സമീപനം പിണറായിയുടെ 3ാം ഭരണമായിരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ തെല്ല് വ്യത്യാസമുണ്ടായിരുന്നത് ഏഷ്യാനെറ്റായിരുന്നു. ഏഷ്യാനെറ്റ് UDF തിരിച്ചു വരുമെന്ന് തീർത്ത് പറഞ്ഞില്ലെങ്കിലും ഏഷ്യാനെറ്റ് മറ്റു പല ചാനലുകളെയും പോലെ വിടുപണിക്ക് പോയില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ചാനലുകളൊക്കെ അവരതുവരെ പറഞ്ഞതെല്ലാം വിഴുങ്ങി. എന്ന് മാത്രമല്ല, അവരൊക്കെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചയുടെ ഭാഗമായി ആര് മുഖ്യമന്ത്രിയാവണം, ആര് മന്ത്രിയാവരുത് എന്ന ചർച്ചകളിലേക്കും സാധ്യതകളിലേക്കും അവർ ആവേശപൂർവ്വം കയറി ചെന്നു. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രിയാവണം എന്ന ഉറച്ച നിലപാടെടുത്ത് ഒരു PR കാമ്പയിൻ പോലെ തന്നെ ശക്തമായി പോരാടിയത് ഏഷ്യാനെറ്റായിരുന്നു. ഏഷ്യാനെറ്റ് അത് പണം വാങ്ങിക്കൊണ്ട് ചെയ്തതാണെന്നാണ് KC ക്യാമ്പ് പറയുന്നത്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ഏഷ്യാനെറ്റ് ജനവികാരം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഉറച്ച നിലപാടെടുത്തു. VDക്ക് അനുകൂലമായ ജനവികാരം ഇത്രയും ശക്തമാകാൻ ഒരു കാരണം ഏഷ്യാനെറ്റിൻ്റെ ഉറച്ച നിലപാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിനെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ചില കാര്യങ്ങൾ നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട് VD സതീശനോട്. UDF സർക്കാർ ഇന്നതൊക്കെ ചെയ്യണം, നാട് നന്നാക്കാൻ എന്ന് മറുനാടിന് പറയാൻ അവകാശമുണ്ട്. കാരണം LDF സർക്കാരിനെ തൂത്തെറിയുന്നതിന് ഞങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ജനാഭിപ്രായം രൂപീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ ജനത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ നിർദ്ദേശങ്ങൾ വയ്ക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അങ്ങനെ തന്നെയാണ് ഏഷ്യാനെറ്റിന് VD സതീശനോട് വ്യക്തിപരമായി തന്നെ സമൂഹത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവകാശമുള്ളത്. അതാണ് വിനു വിജോൺ ഇന്നലത്തെ ന്യൂസ് അവറിൽ കൃത്യമായി നിറവേറ്റിയത്. ന്യൂസ് അവറിൻ്റെ ഭാഗമായി വിനു വിജോൺ VD സതീശൻ്റെ ആർജവമുള്ള ഒരു പ്രസ്താവന ആദ്യം കാണിക്കുന്നു. ഞാൻ വിവിധ വകുപ്പുകൾ നടത്തിയിരുന്ന പിൻവാതിൽ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. പിൻവാതിൽ നിയമനം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കണം എല്ലായിടത്തും. എവിടെ പിൻവാതിൽ നിയമനം നിയമവിരുദ്ധമായി സ്ഥിരപ്പെടുത്തിയാലും അതെല്ലാം പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്യും. പിൻവാതിൽ നിയമന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പറഞ്ഞത്. ഞങ്ങൾ ഇടതുപക്ഷം സ്ഥിരീകരിച്ചവ പോലും റദ്ദു ചെയ്യും എന്ന് സതീശൻ പ്രഖ്യാപിക്കുന്നു. ഈ വാക്ക് പാലിക്കണം എന്നാണ് വിനു വിജോൺ പറയുന്നത്. പിൻവാതിൽ നിയമനത്തിന് നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആഴമുണ്ട്. 2006-2009 കാലഘട്ടത്തിൽ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ട പലരും പല കാരണങ്ങളാൽ കോടതിയിലും മറ്റും പോയി നിലനിന്നിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും. മാത്രമല്ല, ഉമ്മൻചാണ്ടി വലിയ വാശിയൊന്നും അക്കാര്യത്തിൽ കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരിൽ മിക്കവരെയും 2016-2021 കാലഘട്ടത്തിൽ തന്നെ പിണറായി സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ CPMൻ്റെ ആളുകളായി കയറിയവരെ സ്ഥിരീകരിച്ചു. അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിയമിച്ചവരെ പിരിച്ചുവിടുകയും ചെയ്തു. പിന്നീടാണ് 2016 മുതൽ 2026 വരെ 10 വർഷം പിണറായി ഭരിക്കുന്നത്. ഈ കാലയളവിൽ നടന്ന നിയമനങ്ങളെല്ലാം തന്നെ പിൻവാതിൽ വഴിയായിരുന്നു. PSCയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് അവർ അനാവശ്യമായി ആളെ നിയോഗിച്ചു. അവരിൽ പലരും ഇപ്പോൾ സ്ഥിരപ്പെടുത്തലിൻ്റെ വക്കിലാണ്. ചിലരെയൊക്കെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്, ചിലരെ സ്ഥിരപ്പെടുത്താനുള്ള ഫയൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആദ്യമായി അത്തരം ഫയലുകൾ കണ്ടെത്തി റദ്ദു ചെയ്യേണ്ടിയിരിക്കുന്നു. അവരെ എല്ലാം കൂട്ടത്തോടെ പിരിച്ചുവിടേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് നേരത്തെ ആരുടെയെങ്കിലും പിൻവാതിൽ നിയമനം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അവയൊക്കെ റദ്ദു ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, വെറുതെ റദ്ദു ചെയ്തിട്ട് കാര്യമില്ല. കോടതിയിൽ അവർ പോകുമ്പോൾ ശക്തമായി ന്യായം പറഞ്ഞ് നിയമം പറഞ്ഞ് വാദിക്കാൻ പറ്റുന്ന വക്കീലന്മാരെ വെക്കണം. ഇപ്പോഴുള്ള സർക്കാർ വക്കീലന്മാരൊക്കെ പിണറായി നിയോഗിച്ചവരാണെന്ന് മറക്കരുത്. ഇനി UDF സർക്കാർ നിയോഗിച്ചാലും പാർട്ടിക്കാരെയാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പണി അറിയാം എന്ന കാര്യത്തിൽ തീർച്ചയില്ല. പണി അറിയാവുന്ന വക്കീലന്മാരെ വെച്ചാൽ മാത്രമേ ഏത് കാര്യവും ചെയ്യാൻ കഴിയൂന്ന് തിരിച്ചറിഞ്ഞ് സതീശൻ ആദ്യം ചെയ്യേണ്ടത് മികച്ച അഭിഭാഷകരെ, സർക്കാർ അഭിഭാഷകരെ നിയോഗിക്കുകയാണ്. VD സതീശൻ്റെ പഴയ വീഡിയോ പ്ലേ ചെയ്തതിനു ശേഷം വിനു വിജോൺ കൃത്യമായൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി സതീശനെ. ആ വാക്ക് ശ്രീ VD സതീശൻ പാലിക്കണം. ഈ പിൻവാതിൽ നിയമനങ്ങളുടെ കൂട്ടത്തിൽ ദില്ലിയിൽ KV തോമസിന് നൽകിയ പദവി പോലെ പലതുമുണ്ട്, ക്യാബിനറ്റ് പദവി പോലെ. അത്തരം പദവികൾ ഈ സർക്കാരിൽ ഇല്ലെന്ന് ഉറപ്പാക്കണം. കാരണം ഇപ്പോഴേ ഉടുപ്പ് തേപ്പിച്ച് പലരും ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ KM എബ്രഹാമിനെ പോലെ ഒരു സൂപ്പർ ചീഫ് സെക്രട്ടറിയോ സൂപ്പർ മുഖ്യമന്ത്രിയോ ഉണ്ടായിരുന്നു. വിരമിച്ച ഒരുപാട് IAS ഉദ്യോഗസ്ഥർ നിങ്ങളുടെ പിന്നാലെ ഇതിനകം കൂടിയിട്ടുണ്ടാവും. അവരിൽ ഒരാളെയും അവിടെ നിയമിച്ച് പിണറായി വിജയന്റെ പിൻഗാമിയായി നിങ്ങൾ മാറരുത്. വിരമിച്ചവർക്ക് ഏതെങ്കിലും ലാവണം ഒരിക്കലാവരുത് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതും പിൻവാതിൽ നിയമനമാണ്. അങ്ങനെ പിൻവാതിൽ നിയമനം നേടിയവരെയൊക്കെ പിരിച്ചുവിട്ട്
വാക്ക് പാലിക്കുക, അനാവശ്യ തസ്തികൾ ഒഴിവാക്കുക, ധൂർത്തൊഴിവാക്കുക, ധൂർത്തില്ലാത്ത നല്ല ഭരണം കാഴ്ചവെക്കുക. ഇപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്, ആവും എന്ന് കരുതുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവും. നിങ്ങളൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, വി ഡി സതീശൻ പറഞ്ഞു എനിക്ക് ഒരു പൈലറ്റ് എസ്കോർട്ട് മതി, ഒരു മുഖ്യമന്ത്രിക്ക് തീർച്ചയായും അത്രയും വേണം. പക്ഷെ നിങ്ങളെ ഈ പോലീസ് പിഴപ്പിക്കും. ശ്രീ പിണറായി വിജയൻ 2016 ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ തിരുവനന്തപുരത്ത് ട്രാഫിക് സിഗ്നലിന് മുന്നിൽ അദ്ദേഹത്തിന്റെ വാഹനം കാത്തു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അന്ന് ന്യൂസ് അവറിൽ പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് നാം കണ്ടത് എന്താണെന്നറിയാമല്ലോ. ഈ പോലീസ് നിങ്ങളെ പിഴപ്പിക്കും, നിങ്ങൾക്ക് വലിയ സുരക്ഷ വേണമെന്ന് പറയും, ഈ എസ്കോർട്ടും പൈലറ്റും ഒക്കെ നീളും. നിങ്ങൾ പിണറായിയുടെ അതേ പാതയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇവിടെ ഒരു ആഭ്യന്തരമന്ത്രി വേറെ ഉണ്ട്, ആഭ്യന്തരമന്ത്രിക്കും ഇതെല്ലാം ഇവർ സമ്മാനിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ. ഏഷ്യാനെറ്റ് ന്യൂസിന്റെയും ന്യൂസ് അവറിന്റെയും കണ്ണുകൾ നിങ്ങളുടെ ഈ യാത്രയിൽ പോലും ഉണ്ടാകും. അതൊക്കെ കണ്ടാൽ നിങ്ങളുടെ പഴയ ഈ പിണറായി വിജയൻ പുറത്തിറങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ വീണ്ടും കേൾപ്പിച്ച് ആ ദൃശ്യങ്ങളിലൂടെ നിങ്ങളുടെ സ്വഭാവവും ജനങ്ങളെ ബോധ്യപ്പെടുത്തും. സത്യത്തിൽ വിനു വിജയനൊരു വലിയ ആദരവും ബഹുമാനവും നമുക്ക് തോന്നി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണിത്. സർക്കാർ സർവീസിൽ പിൻവാതിൽ നിയമനം നടത്തിയതുപോലെ തന്നെയാണ് ഉയർന്ന തസ്തികകളിൽ പലരും പിൻവാതിൽ വഴി കയറിപ്പറ്റിയിരിക്കുന്നത്. കെ വി തോമസിന്റെ നിയമനത്തിന്റെ വസ്തുതകൾ അന്വേഷിക്കുക. അത് നിയമവിരുദ്ധമാണെങ്കിൽ കെ വി തോമസിൽ നിന്നും ആ പണം പിടിച്ചുപറ്റുക. അല്ലാതെ പകരം ഒരാളെ അങ്ങോട്ട് വിട്ട് ഖജനാവ് മുടിപ്പിക്കരുത്. കിഫ്ബി പോലുള്ള സകല ഉഡായിപ്പുകളും അവസാനിപ്പിക്കുക. അതിൽ അവിടെ നടന്നിരിക്കുന്ന തിരിമറികൾ, പ്രത്യേകിച്ച് മാധ്യമ സ്ഥാപനങ്ങളെ വിലക്കെടുക്കാൻ കിഫ്ബി വഴി കൊടുത്തിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുകയും അവ തിരുത്തുകയും ചെയ്യുക. ഇത്തരം വൃത്തികേടുകൾ കാണിക്കില്ല എന്ന് ഉറപ്പാക്കുക. ഇതിലേറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ടത് വിനു വിജയൻ പറഞ്ഞ പോലീസ് നിങ്ങളെ കുടിയിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പാണ്. പിണറായി വിജയനെ ട്രാഫിക് ലൈറ്റ് വെച്ച് കണ്ടതിനെക്കുറിച്ച് ന്യൂസ് അവറിൽ പറഞ്ഞ വിനു വിജയൻ പിന്നീട് പിണറായിയുടെ ധൂർത്തിനെക്കുറിച്ചും ആഡംബരത്തെക്കുറിച്ചും അനേകം തവണ പരാതിപ്പെട്ടത് നമുക്കറിയാം. അത്തരമൊരു സാഹചര്യം പോലീസ് സൃഷ്ടിക്കും എന്ന് മറക്കരുത്. പോലീസ് അനാവശ്യമായ ഭയം സൃഷ്ടിക്കും. പോലീസിന് ആളാവാൻ, അവർക്ക് ഷൈൻ ചെയ്യാൻ അവർ നിങ്ങളോട് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് എസ്കോർട്ടിനപ്പുറത്തേക്ക്, പൈലറ്റിനപ്പുറത്തേക്ക് അവർ പല കാരണങ്ങൾ പറഞ്ഞ് സുരക്ഷ ഒരുക്കും. ഈ സുരക്ഷയാണ് പിണറായിയെ ജനങ്ങളിൽ നിന്നും അകറ്റിയത്. ഇതിൽ വീണു പോകരുത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 മുഖ്യമന്ത്രിമാരുണ്ട്. വി ഡി സതീശനുള്ള മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി പദവിയിലെത്തിയിരിക്കുന്ന രമേശ് ചെന്നിത്തലയും. രണ്ടുപേരെയും പോലീസ് അതീവ സുരക്ഷയാൽ നാറ്റിക്കാനുള്ള സാധ്യത തിരിച്ചറിയണം. ഒരു കാരണവശാലും പോലീസിന്റെ ഈ കെണിയിൽ വീണു പോകരുത്. അങ്ങനെ വീണുപോയാൽ നശിച്ച് നാറിപ്പോകുന്നത് നിങ്ങളാണെന്ന് മറക്കരുത്. ജനങ്ങളാണ് എൻ്റെ കാവൽക്കാർ എന്ന വിശ്വാസമുള്ളിടത്തോളം കാലം ഒരു ഭരണാധികാരിക്കും ആരെയും ഭയക്കേണ്ടതില്ല. ഇത്രയും കാലം നിങ്ങൾ ജനങ്ങൾക്കിടയിലൂടെ ജീവിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളെ പദവിയിലിരിക്കുമ്പോഴും ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നവരെ അകറ്റി നിർത്തുക. നിങ്ങളെ മണിയടിക്കാനും സോപ്പിടാനും പല റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്മാരും പല മാധ്യമ പ്രവർത്തകരും എത്തും. പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്ത ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഉടനടി പഴയ കോൺഗ്രസ് ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തെത്തും. പ്രസ് അക്കാദമി പോലെയുള്ള പദവികളിലെത്താൻ. ദയവായി അത്തരം കെണികളിൽ വീഴാതിരിക്കുക. ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നവരെ ആദ്യം തന്നെ പുറത്താക്കുക. ധൂർത്തും അഴിമതിയുമായിരിക്കും സർക്കാരിൻ്റെ ഇമേജിനെ ഏറ്റവും അധികം തകർക്കുന്നത് എന്നോർക്കണം. ധൂർത്ത് നമ്മൾ അറിയാതെ സംഭവിച്ചെന്ന് വരാം. നോക്കൂ, നിങ്ങൾക്ക് ചീഫ് വിപ്പ് എന്ന് പറയുന്ന അനാവശ്യമായ തസ്തിക ഒഴിവാക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ചീഫ് വിപ്പ് എന്തിനു വേണ്ടിയാണ്? ചീഫ് വിപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാബിനറ്റ് റാങ്കാണ്. ആ ക്യാബിനറ്റ് റാങ്ക് ഒരു ഘടകകക്ഷിയെ തൃപ്തിപ്പെടുത്താൻ കൊടുക്കുന്നു എന്നല്ലാതെ ചീഫ് വിപ്പിന് എന്ത് പണിയാണുള്ളത്? UDF MLA-മാർ സർക്കാർ കൊണ്ടുവരുന്ന നയങ്ങളിൽ, നിയമങ്ങളിൽ UDF-ന് അനുകൂലമായി നിലപാടെടുക്കണം എന്ന വിപ്പ് കൊടുക്കുന്നയാളാണ് ചീഫ് വിപ്പ്. അതിനുവേണ്ടി എന്തിനാണ് ക്യാബിനറ്റ് പദവിയും 30 പേർക്ക് ജോലിയും കൊടുത്ത് നിങ്ങൾ നിയമിക്കുന്നത്? അത് നിർത്താനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കില്ല. അതിനർത്ഥം നിങ്ങൾ ധൂർത്തിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നില്ല എന്നാണ്. ഘടകകക്ഷി സംവിധാനത്തിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചെന്ന് വരില്ല. ഇത്തരം സമ്മർദ്ദങ്ങൾ തുടർന്നും നിങ്ങളുടെ മേലുണ്ടാവുമെന്ന് വി ഡി സതീശൻ ഓർക്കണം. ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൗസ് 75 ലക്ഷം രൂപ മുടക്കി വി ഡി സതീശൻ രാജാവിന് ജീവിക്കാൻ വേണ്ടി മോടി പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് സഖാക്കൾ രംഗത്തുണ്ട് എന്ന് മറക്കരുത്. മുഖ്യമന്ത്രിയായി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് സതീശന് ഉത്തരവാദിയല്ല, അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നതാണ്. പക്ഷേ അതൊന്നും തിരിച്ചറിയാനോ നോക്കിയിരിക്കാനോ ഇവിടുത്തെ സഖാക്കൾക്ക് സമയമില്ല. അവർ ഇപ്പോൾ തന്നെ വി ഡി സതീശനെതിരെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇതിനു മുൻപ് മുഖ്യമന്ത്രിയാവാനുള്ള മത്സരം നടക്കുമ്പോൾ സതീശിൻ്റെ ആഡംബര വീടിനെ കുറിച്ചായിരുന്നു അവർ ചർച്ച നടത്തിയത്. ഇത് അപായ മുന്നറിയിപ്പാണ്. സതീശിൻ്റെ ഓരോ ചലനവും സൂക്ഷ്മതയോടെ കാത്തിരിക്കുകയാണ് സഖാക്കൾ. അവർ തുടർച്ചയായി നുണ പറഞ്ഞ് നിങ്ങളെ നാറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും കുഴിയിൽ വീണു പോയാൽ അടപടലം തീർന്നു പോകും. വിനു വിജയൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോ ചലനത്തിൻ്റെ പിന്നിൽ ഞങ്ങളെപ്പോലുള്ളവരുണ്ടാവും. പിണറായി ആയിരുന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ എല്ലാ മാധ്യമങ്ങളും എല്ലാ മാപ്പറകളും നിങ്ങളുടെ പിന്നാലെയാണ് എന്ന്
തിരിച്ചറിഞ്ഞ് സൂക്ഷ്മത കാണിച്ചാൽ നല്ലത്.